PSC ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ തുടർച്ചയായി ചോദിച്ചു വരുന്ന 3 ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. വേഗം തന്നെ നമുക്ക് നമ്മുടെ 3 ചോദ്യങ്ങളിലേക്ക് കടക്കാം. എന്തായാലും നിങ്ങളുടെ LP UP ഇൻ്റർവ്യൂവിൽ തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിവ. ആദ്യത്തേത് ആത്യന്തിക മൂല്യനിർണ്ണയം അഥവാ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തെല്ലാമാണ്. സമ്മേറ്റീവ് അസസ്മെൻറ്റ്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, ഇങ്ങനെ 2 രീതികളാണുള്ളത്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് ആത്യന്തിക മൂല്യനിർണ്ണയം എന്നും ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് സംരചനാ മൂല്യനിർണ്ണയം എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പഠന വ്യവഹാര പ്രക്രിയ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ നടത്തുന്നതാണ്. അതിൽ പൂർണ്ണമായും ആ പാഠം പഠിച്ചതിന് ശേഷമല്ല അധ്യാപിക ഒരു പ്രത്യേക ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഏകകം, മലയാളത്തിലെ ഏകകം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ചെറിയ ഐഡിയ മാത്രം, ഒരു യൂണിറ്റിലെ ഒരു ചെറിയ ഐഡിയ മാത്രം എടുത്ത് പൂർത്തിയാക്കിയ ശേഷം ഒരു നടത്തുന്ന ഒരു മൂല്യനിർണ്ണയ രീതിയെയാണ് സംരചനാ മൂല്യനിർണ്ണയം അഥവാ ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമേറ്റീവ് അസസ്മെൻ്റ് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നതാണ് ക്ലാസ്സിൽ. അത് കുട്ടികൾക്ക് അത് മനസ്സിലായോ എന്നതിലുപരി ഇതിലൂടെ അസസ്മെൻ്റ് ചെയ്യുമ്പോൾ സംരചനാ മൂല്യനിർണ്ണയത്തിലൂടെ അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റിലൂടെ അധ്യാപികയ്ക്ക് സ്വയം വിലയിരുത്താനാകും എൻ്റെ ക്ലാസ് എങ്ങനെയുണ്ടെന്നുള്ളത്. അത് കുട്ടികളുടെ ആ ഒരു പ്രതികരണത്തിൽ നിന്നും അധ്യാപികയ്ക്ക് മനസ്സിലാകും. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സമ്മേറ്റീവ് അഥവാ ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഇതൊരു ടേമിൻ്റെ അവസാനമോ അല്ലെങ്കിൽ വർഷാന്ത്യമോ നടത്തുന്ന ഒരു അന്തിമമായ മൂല്യനിർണ്ണയ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ അസസ്മെൻറ്റ്, ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായി സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് ടീച്ചർക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു മൂല്യനിർണ്ണയ ഉപാധിയല്ല, കുട്ടികളെ വിലയിരുത്താൻ, കുട്ടികൾ എത്രമാത്രം പഠിച്ചു എന്ന് വിലയിരുത്താനുള്ളൊരു ഉപാധിയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൺസ്യൂമർ എഡ്യൂക്കേഷൻ. കേട്ടുപരിചയമില്ലാത്ത ഒരു ചോദ്യമാണ് അല്ലേ. കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഇതിൻ്റെ പ്രസക്തി എന്താണ്? കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ മലയാളം വേർഡ് ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നതാണ്. ഇത് തീർച്ചയായും ഒരു അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടിയാണ്. നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിന് നമ്മൾ ഔപചാരികം എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടിയാണ്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും അവ സംരക്ഷിച്ചു കിട്ടാനുള്ള നിയമങ്ങളെക്കുറിച്ചും ഒപ്പം നാട്ടിൽ നിലവിലുള്ള ഒരു നിയമ സംവിധാനം അതിനെക്കുറിച്ചൊക്കെ വ്യക്തിക്ക് അല്ലെങ്കിൽ പൗരന് സാമാന്യ വിദ്യാഭ്യാസം നൽകി വരുന്ന അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടിയാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും അവ സംരക്ഷിച്ചു കിട്ടാനുള്ള നിയമങ്ങളെക്കുറിച്ചും ഒപ്പം നാട്ടിൽ നിലവിലുള്ള ഒരു നിയമ സംവിധാനം അതിനെക്കുറിച്ചൊക്കെ വ്യക്തിക്ക് അല്ലെങ്കിൽ പൗരന് സാമാന്യ വിദ്യാഭ്യാസം നൽകി വരുന്ന അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടിയാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ, ഉപന്യാസ മാതൃക, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഉപന്യാസ മാതൃക എന്നത് ചോദ്യം വന്നത് തന്നെ നമുക്കറിയാം. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. ഉപന്യാസ മാതൃക മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ്, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യ മാതൃകകൾ പറഞ്ഞ് അതിൻ്റെ ഗുണദോഷങ്ങൾ ചോദിക്കുന്നത് സാധാരണയായി ഇൻ്റർവ്യൂവിൽ കണ്ടുവരുന്ന, ഒരുപാട് ഇൻ്റർവ്യൂ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഉപന്യാസ മാതൃകയാണ്. ഇതിൻ്റെ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലിഖിത പരീക്ഷയാണല്ലോ. ഇതൊരു പരമ്പരാഗത രീതിയിലുള്ള ഒരു ചോദ്യ മാതൃകയാണ്. ഇതിൽ പരീക്ഷ എഴുതുന്ന വ്യക്തിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ചോദ്യത്തിനോടനുബന്ധിച്ച് പരീക്ഷ എഴുതുന്ന വ്യക്തിക്ക് എന്തെല്ലാമോ അറിയാം, അതെല്ലാം തന്നെ ആ ഉത്തര പേപ്പറിൽ എഴുതാനുള്ളൊരു ആ കുട്ടിക്ക് ചെയ്യാം, അങ്ങനെ എഴുതാം. കറക്റ്റ് പോയിന്റ് മാത്രം എഴുതി വെക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി പരീക്ഷ എഴുതുന്ന വ്യക്തിയുടെ
ലാംഗ്വേജ് സ്കില്ലും കൂടി അളക്കാനായിട്ട് ഈ ഉപന്യാസ രീതി എന്ന് പറയുന്നത് ഹെൽപ്ഫുള്ളാണ്. ഇത്തരം ഉത്തരങ്ങൾ എപ്പോഴും ആത്മനിഷ്ഠമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, പഠിതാക്കളുടെ സ്പഷ്ടവും ക്ലിപ്തവുമായിട്ടുള്ള ശേഷി നൈപുണ്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്താനാവില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റാണ്. കുട്ടിയുടെ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇതല്ല, ടോട്ടൽ ആ കുട്ടിയുടെ കഴിവ് എങ്ങനെയാണ്, അതാണ് ഈ ഉപന്യാസ മാതൃകയിലൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ 3 ചോദ്യങ്ങളാണ് സ്ഥിരമായി കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. തുടർന്നും വീഡിയോസ് ചെയ്യുന്നതാണ്. താങ്ക് യു.